അല്ല, മൂവാറ്റൂർ ആസ്ഥാനമായ ജില്ല വരികയാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. കാരണം എനിക്കൊരു ജില്ലയാവും, പുതിയ ജില്ലയാവും. തൊട്ടടുത്ത് തന്നെ. ഇത് എൻ്റെ ജില്ലാ ആസ്ഥാനത്ത് ഈ കളക്ടറേറ്റിലേക്ക് പോകണമെങ്കിൽ 50 കിലോമീറ്റർ യാത്രയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജില്ല വിഭജനം. അതൊന്നും അല്ല പ്രശ്നം. നമ്മൾ ഈ ജില്ലാ വിഭജനത്തെക്കുറിച്ച് കഴിഞ്ഞൊരു 2 പതിറ്റാണ്ടിൻ്റെ കേരളത്തിലുണ്ടായിട്ടുള്ള ഡിസ്കോഴ്സാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതിൻ്റെ വെളിച്ചത്തിൽ വേണം വി ഡി സതീശൻ എന്ന് പറയുന്നു, PMA സലാം പറയുന്നു എന്താണെന്ന് മനസ്സിലാക്കാൻ. ഒരു 15 കൊല്ലം മുമ്പ് മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് ഏതെങ്കിലും സാമൂഹ്യ മാധ്യമത്തിൽ, 15 കൊല്ലം എന്ന് പറഞ്ഞാൽ 2010-ലോ 2011-ലോ ഫേസ്ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഉറപ്പായിട്ടും അയാളെ തീവ്രവാദി എന്ന് വിളിച്ചിരിക്കും. കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ അയാളെ തീവ്രവാദി എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ആ അഭിപ്രായം ഫേസ്ബുക്കിൽ, ഞാൻ 2009 ഫേസ്ബുക്കിൽ ചേർന്നു. 2010 ഞാൻ ഒരു അഭിപ്രായം എഴുതിയിട്ടു. കേരളത്തിൽ അനുപാതരാഹിത്യമായി ജില്ലകളിൽ ജനസംഖ്യാനുപാതികമായി വിഭജിച്ചിട്ടില്ല, ആ ജില്ലകൾ വിഭജിക്കണം, മലപ്പുറം ജില്ല ആദ്യം വിഭജിക്കണം എന്നൊരു അഭിപ്രായം എഴുതിയപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾ വന്നിട്ട് എന്നെ തീവ്രവാദി എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്ത് അത്ഭുതമാണിത്. അവിടെ നിന്ന് 2014-15 ആകുമ്പോൾ ഇതേ ഡിസ്കോഴ്സ് ഉണ്ടായി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ഘടകം ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചു. അതിനെതിരെ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ മുതൽ BJP-ക്കാർ മുതൽ എല്ലാവരും ഇത് എന്തോ ഒരു കേരള വിരുദ്ധ ആൻറ്റി നാഷണൽ പ്രമേയമായിട്ടാണ് അവതരിപ്പിച്ചത്. ഈ വിഭജനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു അത് CPM പോലൊരു പാർട്ടി, അത് മലപ്പുറം ജില്ല ഉണ്ടാക്കി എന്ന് അവകാശപ്പെടുന്ന CPM പോലൊരു പാർട്ടിയുടെ അന്നത്തെ പ്രധാനപ്പെട്ട നേതാവ് പറയാണ് അത് വൻ പ്രശ്നമാണെന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അവിടെ നിന്ന് 2026-ലെത്തുമ്പോൾ UDF സർക്കാർ അധികാരത്തിലെത്തുന്നു. ഈ സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പേ പ്രഖ്യാപിച്ചതാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ കേരളത്തിലെ ജില്ലകൾ വിഭജിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നു അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലുള്ള വിഭജിക്കാനുള്ള ജില്ലകളിൽ മലപ്പുറമുണ്ട്, തിരുവനന്തപുരമുണ്ട്, അതുപോലെ ഇപ്പോൾ എറണാകുളം ജില്ലയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ തിരുവനന്തപുരവും മലപ്പുറവും ഉറപ്പായിട്ടും വിഭജിക്കേണ്ട 2 ജില്ലകളാണ്. കാരണം ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ജില്ലകളിലും വലിയ ജനസംഖ്യയുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ മേഖലകളിൽ, പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര, പാറശാല മേഖലകളിലേക്ക് വികസനം എത്തില്ല. കാരണം ഒന്ന് ഭരണസിരാ കേന്ദ്രമാണ് തിരുവനന്തപുരം ജില്ല, ആസ്ഥാനം തിരുവനന്തപുരം നഗരമായതുകൊണ്ട് അതിന് തെക്കൻ ജില്ലകളിലേക്ക് വികസനം എത്തുന്നില്ല, സത്യമാണ്. പിന്നെ ജനസംഖ്യയും വലിയ തോതിൽ കൂടുതലാണ് തിരുവനന്തപുരം ജില്ലയിൽ, അത് വിഭജിക്കേണ്ട അനിവാര്യമാണ്. മലപ്പുറം ജില്ലയായി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളൊരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ഈ വികസനത്തിൻ്റെയും മറ്റ് സർക്കാർ സേവനങ്ങളുടെയും കാര്യത്തിൽ അവിടെ വലിയ തോതിലുള്ള ഡിസ്പാരിറ്റി നിലനിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന പാലക്കാട് ജില്ല വലിയ തോതിൽ ഭൂപ്രദേശമുള്ളതാണ്, ജനസംഖ്യ കുറവുമാണ്. പാലക്കാട് ജില്ലയിൽ ജനസംഖ്യ കുറവായതുകൊണ്ടും അവിടെ വിഭജിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയുടെ ഒരറ്റത്ത് നിന്ന് വേറൊരു അറ്റത്തേക്ക് സഞ്ചരിക്കണമെങ്കിൽ, കാരണം 3 ജില്ലകളുമായും വേറൊരു സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല. അതിൻ്റെ ഒരതിർത്തി ഇടുക്കി ജില്ലയിലാണെങ്കിൽ ഒരതിർത്തി തൃശ്ശൂർ ജില്ലയിലും മറ്റൊരു അതിർത്തി മലപ്പുറം ജില്ലയിലുമാണ്. ഒരതിർത്തി തമിഴ്നാട്ടിലാണ്. തമിഴ്നാടിൻ്റെ ഒരു ത്രികോണം പോലെ കിടക്കുന്ന ഭാഗത്ത് നിന്ന് വയനാട്ടിലേക്കും കിടക്കാം. അങ്ങനെ അത്ര അതിവിശാലമായ ജില്ലയാണ് പാലക്കാട്. പക്ഷേ ജനസംഖ്യ കുറവാണ്. അപ്പോൾ അത് വിഭജിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതും വിഭജിക്കപ്പെടും. മലപ്പുറം വിഭജിക്കുകയാണെങ്കിൽ പാലക്കാടും വിഭജിക്കപ്പെടുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ വിഭജിക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്തോ ഇന്ത്യ വിഭജനം പോലെ എന്തോ ഒരു പ്രശ്നമായിട്ടാണ് സംഘപരിവാർ കഴിഞ്ഞൊരു 1/4 നൂറ്റാണ്ടായി കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇത് വിഭജിക്കുക, മലപ്പുറം ജില്ല വിഭജിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഇന്ത്യ വിഭജനം പോലെയാണ് എന്നുള്ള ഒരു നറേറ്റീവ്. മറ്റൊരു നറേറ്റീവ്, അതായത് മലപ്പുറം ജില്ല വിഭജിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യും എന്നൊരു നറേറ്റീവാണ്. അതായത് ഒരു ജില്ല വിഭജിക്കുകയാണല്ലോ, മുസ്ലിം ലീഗിന് വലിയ മേധാവിത്വമുള്ള ജില്ലയാണ്. ഒരു ജില്ല വിഭജിക്കുമ്പോൾ 2 ജില്ലകളിൽ മുസ്ലിം ലീഗ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? 2 ജില്ലാ പഞ്ചായത്ത് മുസ്ലിം ലീഗിന് കിട്ടും. ഇതും ഒരു തെറ്റായ നോഷനാണ്. കാരണം മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അവിടെ എല്ലായിടത്തും മുസ്ലിം ലീഗ് വിജയിക്കുന്ന മുസ്ലിം ലീഗുകാരുള്ള സ്ഥലമല്ല. അവിടെ മുസ്ലിം ലീഗ് ജയിക്കുന്നുണ്ട് എന്നുള്ളത് ശരി. അത് വിഭജിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുസ്ലിം ലീഗിന് അടിയായിട്ടായിരിക്കും മാറുക. ഫോർ എക്സാമ്പിൾ, LDF-ന് കുറേ കൂടി മേധാവിത്വമുള്ള മേഖലയാണ് മലപ്പുറം ജില്ലയിൽ തിരൂര്, താനൂര്, കുറ്റിപ്പുറം മേഖല, പ്രത്യേകിച്ച് തവനൂര്, തിരൂര്, താനൂര്, ആ ഏരിയ എന്ന് പറഞ്ഞാൽ പൊന്നാനി, ഇതൊക്കെ LDF-ന് കുറേ കൂടി മേധാവിത്വമുള്ള സ്ഥലങ്ങളാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഈ അസംബ്ലി സെഗ്മെൻറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഒരുപക്ഷെ ആ ഏരിയയാണ് വിഭജിക്കപ്പെടുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു ജില്ല LDF-ന് കയ്യിലായിരിക്കും ഇരിക്കുക. ഇതൊന്നും അറിയാതെ കണ്ണും പൂട്ടി അങ്ങ് എതിർക്കുക എന്നുള്ളതാണ് ഒരു രീതി. ഇനി മൂവാറ്റുപുഴ ജില്ലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ജനസംഖ്യയൊന്നും അല്ല അവിടുത്തെ പ്രശ്നം. മൂവാറ്റുപുഴ ജില്ലയുടെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളായ മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകൾ, അതുപോലെ പിറവം മേഖല, ഇതെന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലാസ്ഥാനമായ കാക്കനാട് നിന്ന് ഒരുപാട് അകലെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതിനപ്പുറം ആ ജില്ലയിൽ വലിയ ജനസംഖ്യ വളർച്ച ഉണ്ടായതുകൊണ്ടല്ല അത് വിഭജിക്കണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് 80-കളിൽ തന്നെ ബാബു പോൾ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ ഈ മൂവാറ്റുപുഴ ആസ്ഥാനമായ ഒരു ജില്ല വേണം, ഇടുക്കി ജില്ലയുടെ കുറച്ച് ഭാഗങ്ങളും എറണാകുളം ജില്ലയുടെ കുറേ ഭാഗങ്ങളും ചേർത്ത് പുതിയൊരു ജില്ല വേണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ ജില്ലാ ആസ്ഥാനങ്ങളിൽ നിന്ന് അകലെ കിടക്കുന്ന കുറേ അധികം പ്രദേശങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടും അങ്ങോട്ട് വികസനം എത്താത്തതുകൊണ്ടുമാണ് ബാബു പോൾ കമ്മീഷൻ ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇത്തരം പലവിധ ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും ഒരു കമ്മീഷൻ
ഇത് ശുപാർശ നൽകുക, ശുപാർശ ആദ്യം സർക്കാരിന് മുമ്പിൽ എത്തണം, എന്നിട്ട് സർക്കാർ തീരുമാനം എടുക്കണം. വി.ഡി. സതീശൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അത് പറയാതിരിക്കുന്നതാണ് തൽക്കാലം. രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിവാക്കാൻ നല്ലത്. ഞാൻ പറഞ്ഞ ഒരു 20 വർഷം മുമ്പുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഈ ജില്ലാ വിഭജനത്തെ ഇപ്പോൾ കൊണ്ടെത്തിക്കേണ്ട ആവശ്യമില്ല. വിഭജിക്കേണ്ടത് വിഭജിക്കട്ടെ.